വ്യോമസേനയുടെ വിരമിച്ച MiG-21 വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് തേജസ് Mk1A കടന്നുവരവ്. ഇന്ത്യയുടെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസിൻ്റെ ഒരു നൂതന വകഭേദമാണ് തേജസ് Mk1A. എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി രൂപകൽപ്പന ചെയ്ത ഈ പുതിയ വകഭേദം നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണിത്. റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസിൻ്റെ റാഫേലിനേക്കാളും US-ൻ്റെ F-16 വിമാനത്തെക്കാളും കരുത്തനാണ് തേജസ് Mk1A. മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ്, മെച്ചപ്പെട്ട കോമ്പാക്ട് ഏവിയോണിക്സ്, എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വ്യോമപ്രതിരോധം, കരയാക്രമണം, കടൽ ദൗത്യങ്ങൾ എന്നിവ നിർവഹിക്കാൻ കഴിവുള്ള 4.5 തലമുറ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് ഈ വിമാനമെന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ എഞ്ചിൻ മോഡലാണ്. ഡെൽറ്റ വിങ് സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളുടെ ക്ലാസിക്കിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതും തേജസ് Mk1A ആകും. ഒമ്നി റോൾ അല്ലെങ്കിൽ മൾട്ടി റോൾ, മൾട്ടി മിഷൻ കഴിവുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളാണിവ. സിംഗിൾ സീറ്റ് ഫൈറ്റർ വേരിയൻറ്റ്, ഇരട്ട സീറ്റ് ട്രെയിനർ വേരിയൻറ്റും ലഭ്യമാണ്. തേജസ് Mk1A 64% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ 2021 കരാറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 67 അധിക ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടും. പുതിയ സംവിധാനങ്ങളിൽ AESA റഡാർ, സ്വയം രക്ഷാ കവച്, ഇലക്ട്രോണിക് വാൾഫെയർ സ്യൂട്ട്, തദ്ദേശീയമായി വികസിപ്പിച്ച കൺട്രോൾ സർഫസ് ആക്യുവേറ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വ്യോമപ്രതിരോധം, സമുദ്ര നിരീക്ഷണം, ആക്രമണം എന്നിവ ഏറ്റെടുക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യോമാക്രമണം, കരയാക്രമണം, ചാരവൃത്തി തുടങ്ങിയ വ്യത്യസ്ത ദൗത്യങ്ങൾക്കായി നൂതന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണിത്. ഇതിന് മണിക്കൂറിൽ 2200 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ പറക്കാൻ കഴിയും. മെച്ചപ്പെട്ട പോരാട്ട പ്രകടനത്തിനും പ്രവർത്തന വഴക്കത്തിനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ തേജസ് Mk1A ഫൈറ്റർ ജെറ്റ് ഒരു യൂണിറ്റിന് ഏകദേശം 600 കോടി രൂപ വില വരും. നിലവിൽ ഇവയ്ക്കായി 1,15,000 കോടി രൂപയുടെ ഡീലാണ് കേന്ദ്രം ഒപ്പിട്ടിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ 83 തേജസ് Mk1A ജെറ്റുകൾക്കുള്ള കരാറാണ് 48,000 കോടിക്ക് ഒപ്പുവെച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 67,000 കോടി രൂപയ്ക്ക് 97-ലധികം തേജസ് Mk1A യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള അവസാന നീക്കത്തിൽ കൂടിയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. അതായത് മൊത്തം 180 തേജസ് Mk1A ജെറ്റുകൾക്കായി ചെലവഴിക്കുന്നത് 1,15,000 കോടി രൂപയാണ്. ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ച സായുധ സേനയെ നവീകരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. ചൈന പാകിസ്ഥാന് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നൽകിയതും ഇന്ത്യയെ കൂടുതൽ ശക്തരാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന തരത്തിൽ വ്യോമസേനയെ സജ്ജമാക്കേണ്ട ബാധ്യതയും കേന്ദ്രത്തിനുണ്ട്. അധികം വൈകാതെ ഇന്ത്യ US-ൻ്റെ F-35 അല്ലെങ്കിൽ റഷ്യൻ സുഖോയ് 57 ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങാനും സാധ്യതയുണ്ട്. ബംഗളൂരുവിൽ നിർമ്മിക്കുന്ന 16 വിമാനങ്ങൾക്ക് പുറമെ ഓരോ വർഷവും 8 ജെറ്റുകൾ കൂടി നിർമ്മിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. HMMLന്റെ മൊത്തം വാർഷിക ഉൽപ്പാദനം കൂട്ടുകയും 24 വിമാനങ്ങളായി ഉയർത്തുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്.